ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്ക് സസ്പെൻഷൻ. ഡിവൈഎസ്പി രാജീവിനെതിരെയാണ് നടപടി. ജോലിയിൽ വീഴ്ച വരുത്തിയെന്നും അനധികൃത അവധിയെടുത്തുവെന്നും ചൂണ്ടിക്കാണിച്ചാണ് സസ്പെൻഡ് ചെയ്തത്. മനീഷ് മഹിപാൽ നൽകും ആലപ്പുഴയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ. മനീഷ് മഹിപാൽ, എന്താണ് ഇപ്പോൾ ഇങ്ങനെയൊരു നടപടിക്ക് കാരണമായ സംഭവം, വിവരങ്ങൾ? പ്രജിൻ, സംസ്ഥാന ക്രൈംബ്രാഞ്ചിൻ്റെ കീഴിലുള്ള ആലപ്പുഴ ഡിവൈഎസ്പി കഴിഞ്ഞ 5 മാസങ്ങൾക്ക് മുൻപ് 1 മാസത്തെ അവധി എടുത്തിരുന്നു. പിന്നീട് 1 മാസത്തെ അവധി കഴിഞ്ഞു, വീണ്ടും 3 മാസമായി. ആ 3 മാസത്തെ സമയത്ത് ക്രൈംബ്രാഞ്ച് എസ് പിയുടെ താക്കീത് ലഭിച്ചിരുന്നു. പിന്നീട് അവധി നീട്ടുകയായിരുന്നു. ഈ അവധി നീട്ടുന്ന സമയത്ത് അദ്ദേഹം അന്വേഷിച്ച അന്വേഷണ റിപ്പോർട്ടിൻ്റെ ഫയൽ കോടതിയിൽ കൃത്യസമയത്ത് എത്തിക്കാൻ സാധിച്ചില്ല. ഒപ്പം തന്നെ കോടതി പോലും അതിനൊരു ഡെഡ് ലൈൻ നിശ്ചയിച്ച് ക്രൈംബ്രാഞ്ചിന് കത്തയച്ചിരുന്നു. അപ്പോൾ പോലും ഈ ഫയൽ കോടതിയിൽ സമർപ്പിക്കാൻ സാധിച്ചില്ല. തുടർന്ന് ക്രൈംബ്രാഞ്ച് എസ് പി ആണ് ഇത് മേലുദ്യോഗസ്ഥരോട് റിപ്പോർട്ട് ചെയ്യുകയും പിന്നെ DIG ലെവലിൽ നിന്നാണ് നിലവിൽ ഇപ്പോൾ സസ്പെൻഷൻ വാർത്ത പുറത്തു വന്നിട്ടുള്ളത്. ജോലിയിലെ വീഴ്ച, ഒപ്പം തന്നെ അനധികൃതമായിട്ടുള്ള അവധി എന്നിവ ചൂണ്ടിക്കാണിച്ചാണ്. കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതിനെ തുടർന്നാണ് അദ്ദേഹത്തിന് ജോലിയിൽ പ്രവേശിക്കാൻ കഴിയാതിരുന്നത് എന്നടക്കമുള്ള വിശദീകരണം ലഭിച്ചിരുന്നു. പക്ഷേ മതിയായ വിശദീകരണം അല്ലാത്തതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു സസ്പെൻഷൻ നടപടിയിലേക്ക് പോയിരിക്കുന്നു. മാസങ്ങൾക്ക് മുൻപായിരുന്നു ആലപ്പുഴ ക്രൈംബ്രാഞ്ച് DYSP ആയിരുന്ന സാബുവിനെ അങ്കമാലിയിൽ വെച്ച് കുപ്രസിദ്ധ ഗുണ്ട നേതാവ് തമ്മനം ഫൈസലുമായി ഒരു ഗെറ്റ് ടുഗദർ നടത്തുന്നു. അവിടെ ഗുണ്ടകളുടെ ഒരു മീറ്റിൽ ഈ ക്രൈംബ്രാഞ്ച് സാബു പങ്കെടുത്തതിനെ തുടർന്ന് അദ്ദേഹം മാസങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. അങ്ങനെ തുടർച്ചയായി 2ാമത്തെ തവണയാണ് ആലപ്പുഴ സംസ്ഥാന പോലീസ് ക്രൈംബ്രാഞ്ചിന് കീഴിലുള്ള DYSPക്ക് സസ്പെൻഷൻ ഉത്തരവ് വരുന്നത്. പ്രജിൻ, ശരി, മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്.